ജയശങ്കർ, നോക്കൂ, ഇപ്പോൾ ഏപ്രിൽ 26 എന്ന കംഫർട്ടബിളായ ഡേറ്റാണ് നമ്മളെ സംബന്ധിച്ച്. മുന്നണികൾക്കും അത് ആശ്വാസമാണ്. മെയ് മാസം വരെയൊക്കെ പോയിരുന്നെങ്കിൽ കുറെ കൂടി വെയിൽ കൊള്ളേണ്ടി വന്നേനെ. 7 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നു. നമുക്ക് ഈ വിഷുവും പെരുന്നാളും ഈസ്റ്ററും ഒക്കെ കഴിഞ്ഞ് നല്ല കംഫർട്ടബിളായ ഡേറ്റാണ് ഇതെന്ന് തോന്നുന്നുണ്ടോ? കൊടും ചൂടാണ് എന്നുള്ള ഒഴിച്ചാൽ മറ്റ് പ്രയാസങ്ങളില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിൽ പ്രധാനപ്പെട്ട പ്രശ്നം അഭിലാഷ് ചൂടിൻ്റെയോ അല്ലെങ്കിൽ കുടിവെള്ളക്ഷാമത്തിൻ്റെയോ അല്ല, പണം എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമല്ലേ. ഇപ്പോൾ തന്നെ സ്ഥാനാർത്ഥികൾ പ്രചരണം തുടങ്ങി, മതിലെടുത്ത് തുടങ്ങി, പോസ്റ്റർ ഒട്ടിച്ചു തുടങ്ങി. സ്ഥാനാർത്ഥി പട്ടികകൾ UDF LDF പൂർണ്ണമായിട്ടും BDJS ഭാഗികമായിട്ടും വന്നു കഴിഞ്ഞു. ഇനി ഏതാനും സീറ്റുകളിൽ കൂടി ഈ NDAയുടെ സ്ഥാനാർത്ഥി പട്ടിക വരാനുണ്ട്. അപ്പോൾ പ്രചരണത്തിന് പണം ആവശ്യമുണ്ട്. ഓരോ ഘട്ടത്തിലും പണം വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. തെരഞ്ഞെടുപ്പ് അധികം നീണ്ടുപോയി കഴിഞ്ഞാൽ, മെയ് അവസാനത്തേക്കൊക്കെ നീണ്ടാൽ ഈ സ്ഥാനാർത്ഥികൾ വല്ലാതെ വിഷമിച്ചു പോകും. പ്രത്യേകിച്ച് UDF സ്ഥാനാർത്ഥികൾ, കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥികൾ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോയാനെ. ഇപ്പോൾ CPM-നും BJP-ക്കും അവരുടെ കേഡറുകളുണ്ട്. പിന്നെ പണത്തിന് ബുദ്ധിമുട്ടില്ല. ഒന്ന് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയാണ്, മറ്റേത് കേരളം ഭരിക്കുന്ന പാർട്ടിയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം പണം ഒരു വലിയ ഘടകമല്ല. എങ്കിൽ പോലും അങ്ങനെ ഏത് പാർട്ടിക്കാണെങ്കിലും ഒരുപാട് കാലം ക്യാമ്പയിനിങ് നടത്താൻ പറ്റുകയില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വളരെ വളരെ ചിലവേറിയ ഒരു പരിപാടിയാണ്. വലിയ വിശാലമായ മണ്ഡലങ്ങളാണ്. വോട്ടർമാരുടെ എണ്ണമാണെങ്കിൽ ലക്ഷക്കണക്കിനാണ്. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ദുർവാഹമായ ചിലവാണ് ഉണ്ടാകുന്നത്. ഇനി തന്നെ ഏതാണ്ട് നമ്മൾ മാർച്ച് 16-ാം തീയതിയിലേ ആയുള്ളൂ. ഏപ്രിൽ 26 വരെ ഈ കച്ചവടം കൊണ്ടു നടക്കണമെങ്കിൽ ഏതാണ്ട് 40 ദിവസത്തോളം, 40 ദിവസത്തിലധികം ഈ ഇലക്ഷൻ നേരങ്ങ് ഉണ്ട്. അപ്പോൾ അതിന് ഭാരിച്ച പണച്ചെലവുണ്ട്. എത്ര നേരത്തെ നടക്കുന്നു അത്ര നല്ലത് എന്നാണ് നമ്മൾ സമ്മാനിക്കുക. ഇപ്പോൾ 2ാം ഘട്ടത്തിൽ നടക്കുന്നതുകൊണ്ട് അത്രയും ആശ്വാസമുണ്ട്. പിന്നെ കേരളം ഒറ്റ ഘട്ടത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കുന്നു. അത് നമ്മൾ സമാധാനപരമായ തിരഞ്ഞെടുപ്പോട് നടക്കും. വലിയ പോലീസ് സംവിധാനം, വലിയ പട്ടാള സംവിധാനം വേണ്ട എന്നുള്ളതുകൊണ്ടുകൂടിയാണ്. ഇപ്പോൾ അയൽ സംസ്ഥാനമായ കർണാടകത്തിൽ, കേരളത്തെ അപേക്ഷിച്ച് അത്ര വലിയ സംസ്ഥാനമല്ല, അവിടെ 28 മെമ്പർമാരെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. അത് 2 ഘട്ടമായിട്ടാണ്. പക്ഷേ കേരളത്തിൽ ഒരു ഘട്ടമായിട്ട് ചെയ്യുന്നു. അപ്പോൾ അതൊക്കെ നല്ല കാര്യം തന്നെയാണ്. പിന്നെ വിഷുവും തൃശ്ശൂർ പൂരവും പെരുന്നാളും കഴിഞ്ഞ് ഈസ്റ്ററും കഴിഞ്ഞ് സമാധാനപരമായ രീതിയിൽ തെരഞ്ഞെടുപ്പ് നടക്കും എന്ന് തന്നെ വിചാരിക്കാം. അപ്പോൾ അതുകൊണ്ട് കേരളീയരെ സംബന്ധിച്ചുള്ള അത്ര വലിയ ആശങ്കയ്ക്കൊന്നും വകയില്ല, പ്രസക്തിയില്ല. ജയശങ്കർ, നോക്കൂ, ഇപ്പോൾ ഇവിടെ 26 എന്ന് പറയുമ്പോൾ 41 ദിവസത്തെ സമയം മുന്നണികളെ സംബന്ധിച്ചുണ്ട്. അപ്പോൾ ഈ 41 ദിവസം ഇപ്പോൾ ഉള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ CA ഉണ്ട്, ഇലക്ഷൻ ബോണ്ട് തുടങ്ങി കേരള രാഷ്ട്രീയം, സർക്കാരിനെതിരെയുള്ള വിഷയങ്ങൾ. കഴിഞ്ഞ തവണ കൃത്യമായ ഒരു ദേശീയ കാഴ്ചപ്പാടില്ല, അല്ലെങ്കിൽ മോദി സർക്കാർ തുടരുമോ, അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി വരുമോ, ഇങ്ങനെയൊക്കെയുള്ള ഒരു ദേശീയ അടിസ്ഥാനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് എന്നൊരു പ്രത്യേകത കേരളത്തെ സംബന്ധിച്ചുണ്ടായിരുന്നു. എങ്കിൽ ഇത്തവണ അങ്ങനെ തന്നെയുള്ള ഒരു ക്യാമ്പയിനിങ് ആണോ താങ്കൾ വിചാരിക്കുന്നത്? അതോ കേരളത്തിലെ വിഷയങ്ങളും ഡൊമസ്റ്റിക് ആയിട്ടുള്ള പൊളിറ്റിക്സും പ്രതിഫലിക്കാൻ സാധ്യതയുണ്ടോ? ഈ 41 ദിവസം മുഖ്യ വിഷയമായി വരാൻ പോകുന്നത് ഏതായിരിക്കും? അല്ല, ഇത് പ്രധാനമായിട്ട് കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ കോൺഗ്രസും BJP-യും തമ്മിലുള്ള ഒരു മത്സരമാണ് അവിടെ നടക്കുന്നത്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചുള്ള അത്ര പ്രധാനപ്പെട്ട ഒരു ദൗത്യം ദേശീയ രാഷ്ട്രീയത്തിൽ വഹിക്കാനില്ല എന്നുള്ളൊരു പ്രശ്നമുള്ളതുകൊണ്ട് പൊതുവെ ആളുകൾ കേരളത്തിൽ പണ്ട് മുതൽക്ക് ഉള്ളൊരു കാര്യം എന്ന് പറയുന്നത് പൊതുവെ ജനങ്ങൾക്ക് കോൺഗ്രസിന് വോട്ട് ചെയ്യാനുള്ളൊരു താല്പര്യമുണ്ട്. ഇപ്പോൾ കോൺഗ്രസ് തന്നെ ദുർബലമായ സ്ഥിതിക്ക് കുറേ വോട്ടുകൾ BJP-ക്ക് കിട്ടും. ഇപ്പോൾ BJP വല്ല സീറ്റിൽ ജയിക്കുമോ എന്നുള്ളൊരു സാധ്യതയാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം. അതിനുള്ള സാധ്യതകൾ ഇന്നത്തെ നിലയ്ക്ക് ബുദ്ധിമുട്ടാണ്. അവർ ഏതാനും സീറ്റുകളിൽ വളരെ ശക്തമായ മത്സരം ഉണ്ടാക്കുന്നുണ്ട്. അത് എന്തുമാത്രം വിജയകരമാകും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതായിട്ടിരിക്കും. അതേസമയത്ത് തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ദേശീയ രാഷ്ട്രീയത്തിൽ അത്ര വലിയ പ്രസക്തമായ ഒരു പങ്ക് വഹിക്കാനില്ല എന്നുള്ളതുകൊണ്ട് പ്രാദേശിക വിഷയങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ചർച്ച ചെയ്യപ്പെടും. പ്രത്യേകിച്ച് ഈ സർക്കാരിൻ്റെ എതിരെയുള്ള ആരോപണങ്ങൾ, കേരളീയം അല്ലെങ്കിൽ നവകേരള സദസ്സ്, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ, പിന്നെ ഖജനാവിൽ ഉണ്ടായിട്ടുള്ള വലിയ ശോഷണം, അതുപോലെ ഈ വിദ്യാർത്ഥി യുവജന സംഘടനകളൊക്കെ നടത്തുന്ന ജീവൻ രക്ഷാ പ്രവർത്തനം, ഇങ്ങനെയുള്ള വിഷയങ്ങളുണ്ടല്ലോ. ഇപ്പോൾ കരുവന്നൂർ പോലെയുള്ള വിഷയങ്ങൾ സ്വാഭാവികമായിട്ട് തൃശ്ശൂർ പോലെയുള്ള മണ്ഡലങ്ങളിൽ ചർച്ചാ വിഷയമാകും. ഓരോ സ്ഥലത്തും ചെറിയ വ്യത്യാസങ്ങളുണ്ട്. ഇതൊക്കെ തന്നെ ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ പ്രാദേശിക വിഷയങ്ങളും ദേശീയ വിഷയങ്ങളും ഒരുപോലെ ചർച്ച ചെയ്യപ്പെടാവുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ദേശീയാടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ മോഡി സർക്കാരിൻ്റെ 5 കൊല്ലത്തെ വികസനം നേട്ടങ്ങൾ, അതുപോലെ വീഴ്ചകൾ, പരാധീനതകൾ, സാമ്പത്തിക രംഗത്തുണ്ടായിട്ടുള്ള കോട്ടം, ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചർച്ചാ വിഷയമാകും. അപ്പോൾ കേരളത്തിൽ നമ്മുടെ മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് അല്പം വ്യത്യസ്തമായിട്ട്
അതിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ഒരു സംസ്ഥാനമായതുകൊണ്ട് അല്പം വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഇവിടെ ചർച്ചകൾ മുന്നോട്ട് പോവുക.